ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഡോക്ല. അങ്ങനെ അന്നേരം ഞാൻ വിചാരിച്ചു ഇത് എനിക്കൊന്നും എന്തുകൊണ്ടൊന്നും ഉണ്ടായിക്കൂടാന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ചൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അന്നേരം അതിനാവശ്യത്തിന് കുറച്ച് ഉപ്പിട്ടു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി കട്ടയില്ലാതെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഭയങ്കര പ്രയാസമായിരുന്നു കട്ടയില്ലാതാക്കുക. അപ്പോൾ ഒരു തരത്തിലെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പം കട്ടയൊന്നും ഇല്ലാതാക്കിയിട്ട് ഇപ്പം അതിനകത്ത് കുറച്ച് ഇനോയാണ്, ഒരു പാക്കറ്റ് ഇനോയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. അന്നേരം പെട്ടെന്നത് നന്നായിട്ട് അത് ഉളുക്കുമ്പോഴത്തേക്ക് അത് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ വെച്ചപ്പോഴത്തേക്ക് നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അന്നേരം ഞാൻ ഒരു പാത്രത്തിൽ അത് കുറച്ച് നെയ്യൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് അത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടത് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ആ മാവ് നല്ല ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആ പാത്രത്തിലോട്ടാക്കിയിട്ട് ഇതൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കണം. അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു കുക്കറിലാണ് വെച്ചിരിക്കുന്നത്. അന്നേരം കുക്കറിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു റിങ്ങും വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നന്നായിട്ട് അടച്ചു വെക്കാം ഒരു 10 മിനിറ്റ്. 10 മിനിറ്റ് ആയപ്പോഴത്തേക്ക് റെഡി ആയിരിക്കുന്നു. അന്നേരം ചൂടൊക്കെ ആറി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തെടുത്ത് മാറ്റിവിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നേക്കും. നല്ല സോഫ്റ്റ് നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. നോക്കുമ്പം തന്നെ അറിയാം നിങ്ങൾക്ക്, നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി. അന്നേരം നമുക്കിതിനകത്ത് കുറച്ച് പഞ്ചസാര പാനിയൊക്കെ റെഡിയാക്കണം. അന്നേരം നമുക്കൊരു കട്ടിയുള്ള പാത്രം വെച്ചിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ആവശ്യത്തിന് കടുകും കൂടി ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ആവശ്യത്തിന് കടുക് ഇട്ടു. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം. കറിവേപ്പില ഇട്ടു. പച്ചമുളക് ഇടണമെന്ന് പറഞ്ഞാൽ ഞാനത് ഇട്ടില്ല. കറിവേപ്പില ഇട്ടു. അന്നേരം ഞാൻ കുറച്ചൊരു 2 സ്പൂൺ പഞ്ചസാര ഒരു വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം റെഡി ആയി കഴിയുമ്പോഴത്തേക്ക് അതും കൂടി ഇട്ട് കൊടുക്കുക. അന്നേരം നന്നായിട്ടൊന്ന് തിളക്കട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യാം. അതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഡിഷ് ഞാൻ നന്നായിട്ട് മുറിച്ചെല്ലാം പീസാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്തോട്ട് നമുക്ക് ഈ പഞ്ചസാര പാനി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. സത്യം പറയാമല്ലോ, വായി വെച്ച് കഴിക്കാൻ കൊള്ളത്തില്ല. എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അതേപോലെ കൊണ്ട് കളഞ്ഞു. സത്യം പറഞ്ഞാൽ കാക്കയോ പട്ടിയോ പൂച്ചയോ എന്തെങ്കിലും തിന്നുമെന്ന് തന്നെ എനിക്കറിയത്തില്ല. എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. അതേപോലെ നോക്കുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. വായി വെച്ച് കഴിക്കാൻ കൊള്ളത്തില്ല സത്യം. താങ്ക് യു സോ മച്ച്.